ഹലോ എവരിവൺ, 2026 നീറ്റ് പരീക്ഷയ്ക്ക് നമുക്കറിയാം ആദ്യത്തെ പരീക്ഷ ക്യാൻസൽ ചെയ്തിരുന്നു. അങ്ങനെയാണ് റീനീറ്റ് നടത്തിയത്. അതികഠിനമായ റീനീറ്റ് പരീക്ഷയ്ക്കും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലോട്ട് എത്തിക്കാനുള്ള നല്ലൊരു സ്കോർ കരസ്ഥമാക്കിക്കൊണ്ട് സഞ്ജന മുന്നേറിയിരിക്കുകയാണ്. പാലയിലെ എ ബ്ലോക്ക് ക്യാമ്പസിലാണ് കുട്ടി പഠിച്ചത്. ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം. എൻ്റെ പേര് സഞ്ജന, ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ നിന്ന് വരുന്നു. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചിയാണുള്ളത്. നീറ്റ് 2026 എൻ്റെ സ്കോർ 574, ഓൾ ഇന്ത്യ റാങ്ക് 21,041. ഞാൻ 10th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചത് ചേർത്തല ബിഷപ്പ് വിദ്യാപീഠിലാണ്. +1+2 ബ്രില്യൻറ്റിൻ്റെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുള്ള ചാവറ CMI പബ്ലിക് സ്കൂൾ പാലയിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്തപ്പോൾ ബ്രില്യൻറ്റിലെ Q27 ബാച്ചിലാണ് ഞാൻ പഠിച്ചത്. ബ്രില്യൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടുന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള പോസിറ്റിവിറ്റിയും കോൺഫിഡൻസും ഒട്ടും ചെറുതല്ല. ഓരോ വ്യക്തികളെയും എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ 4 ഡയറക്ടർമാരും, കോർഡിനേറ്റേഴ്സും, ക്ലാസ് ടീച്ചേഴ്സും, പ്രൊഫസേഴ്സും, അവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫ്സും എല്ലാം ഉൾപ്പെടും. ബ്രില്യൻറ്റ് നമുക്ക് തരുന്ന മറ്റ് ഫെസിലിറ്റീസ് ഉൾപ്പെടുന്ന ലൈബ്രറി, ലേണിംഗ് ആപ്പ്, ഡൗട്ട് ക്ലിയറൻസ് എല്ലാം യൂസ്ഫുൾ ആണ്. അതിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത് ലേണിംഗ് ആപ്പ് ആയിരുന്നു. അതിൻ്റെ അകത്ത് നമുക്ക് ഒത്തിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ലേണിംഗ് ആപ്പിൽ തന്നെ ഡൗട്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നു. നമുക്ക് പ്രൊഫസേഴ്സിൻ്റെ അടുത്തും ചോദിക്കാം, അല്ലെങ്കിൽ AI ജനറേറ്റഡ് ആൻസേഴ്സും കിട്ടുമായിരുന്നു. ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഹോസ്റ്റൽ ഞാൻ വിക്ടോറിയയിലായിരുന്നു. ക്യാമ്പസിൽ നിന്ന് ഇച്ചിരി അകലെയായിരുന്നെങ്കിലും നമുക്ക് കറക്റ്റായിട്ടുള്ള ബെസ്റ്റ് ഫെസിലിറ്റി അവൈലബിൾ ആയിരുന്നു. ഒട്ടും തന്നെ ടൈം ലാഗ് ആവാണ്ടും ടൈം വേസ്റ്റേജ് നമുക്ക് ഫീൽ ചെയ്യാണ്ടുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഹോസ്റ്റലിലെ ക്ലെൻലിനെസ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും എല്ലാം ടോപ്പ് നോച്ച് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിൻ്റെ ഇടയ്ക്കും നമ്മുടെ കുട്ടികളുടെ മൈൻഡ് എപ്പോഴും ക്ലീൻ ആൻഡ് ഹാപ്പി ആക്കാനായിട്ട് ബ്രില്യൻറ്റ് ശ്രമിച്ചിട്ടുണ്ട്. അതിനുള്ള എക്സാമ്പിളാണ് നമുക്ക് എപ്പോഴും ഒരു മോട്ടിവേഷൻ ക്ലാസ്സസും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒരു വലിയൊരു ഫെയർവെൽ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞ് May 3 എല്ലാം കഴിഞ്ഞു എന്ന് വിശ്വസിച്ചിരുന്നപ്പോഴായിരുന്നു റീനീറ്റ് എന്ന് പറഞ്ഞൊരു കടമ്പ വന്നത്. അപ്പോഴും ബ്രില്യൻറ്റ് നമ്മളെ കൈവിട്ടില്ല. നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഇത് നിങ്ങളെ പരീക്ഷിക്കുന്ന നിങ്ങളെ തടഞ്ഞു വെക്കുന്ന ഒന്നല്ല, നിങ്ങൾക്ക് വീണ്ടും ഇമ്പ്രൂവ് ചെയ്ത് ഒന്നുകൂടി പ്രൂവ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. വീണ്ടും എണീക്കാനുള്ളൊരു ഓപ്ഷനായിട്ട് നമുക്ക് ബ്രില്യൻറ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്നു. ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറമെയാണ് എനിക്ക് റീനീറ്റ് എനിക്ക് നല്ലപോലെ എഴുതാൻ സാധിച്ചത്. അതിൽ ഞാൻ ബ്രില്യൻറ്റ് ഫാമിലിയോടും എൻ്റെ കുടുംബത്തോടും കടപ്പെട്ടിരിക്കുന്നു. Brilliant Study Center, India's #1 coaching center for NEET and JEE.